ഹലോ മക്കളെ, എല്ലാവരും +1 അഡ്മിഷന് വേണ്ടി ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലേ. ഇനി മുന്നോട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ട്രയൽ അലോട്ട്മെൻറ്റ് മുതൽ അഡ്മിഷൻ വരെ എന്തെല്ലാമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഓരോ അലോട്ട്മെൻറ്റും അഡ്മിഷനുമെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. നിലവിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ജൂൺ 8-ാം തീയതിയോടുകൂടി ട്രയൽ അലോട്ട്മെൻറ്റും 15-ാം തീയതിയോടുകൂടി ആദ്യ അലോട്ട്മെൻറ്റും ജൂലൈ 1-ാം തീയതിയോടുകൂടി അലോട്ട്മെൻറ്റ് പ്രക്രിയകൾ അവസാനിപ്പിച്ച് 2-ാം തീയതി മുതൽ നിങ്ങൾക്ക് +1 ക്ലാസ്സുകൾ ആരംഭിക്കുമെന്നാണ്. ഒരു കാര്യം ഓർക്കുക, ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് നൽകുന്ന ഒരു കാര്യമല്ല. 8-ാം തീയതി പബ്ലിഷ് ചെയ്യുന്ന ട്രയൽ അലോട്ട്മെൻറ്റോട് കൂടി നിങ്ങൾക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ തിരുത്തണമെങ്കിൽ, അതായത് നിങ്ങൾ നൽകിയിട്ടുള്ള ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, ബോണസ് പോയിൻറ്റുമായി ബന്ധപ്പെട്ടതോ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതോ ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ വഴി തിരുത്താം. ഇതേപോലെ നിങ്ങൾ ഒരുപാട് വിദ്യാലയങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാകും. അതേപോലെ ഓരോ ഓപ്ഷൻസ് ഏതൊക്കെയാണ് കോമ്പിനേഷൻ സബ്ജക്റ്റൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവയിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഈ ഘട്ടത്തിൽ, അതായത് ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം 12-ാം തീയതിക്കുള്ളിൽ 8-ാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 12-ാം തീയതികൾക്കുള്ളിൽ നിങ്ങൾക്ക് തിരുത്താം. ഓർക്കുക, 12-ാം തീയതി വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് തിരുത്തേണ്ട കാര്യങ്ങളൊക്കെ തിരുത്തണം. നിങ്ങൾ കൃത്യമായ വിവരങ്ങളല്ല അപേക്ഷയിൽ നൽകുന്നതെങ്കിൽ അപേക്ഷ റദ്ദ് ചെയ്യാനും അഡ്മിഷൻ ഇല്ലാതാക്കുന്നതിന് വരെ സാധ്യതയുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. എഡിറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബോണസ് പോയിൻ്റ് എന്ന് പറയുന്നത്. 5 മാർക്ക്, 3 മാർക്ക്, 2 മാർക്ക്, 1 മാർക്ക് എന്നിങ്ങനെയൊക്കെ പലതരത്തിൽ നിങ്ങൾക്ക് ബോണസ് പോയിൻ്റ് ലഭിക്കും. NCC, സ്കൗട്ട്, ഗൈഡ്, സ്റ്റുഡൻസ് പോലീസ്, കാഡറ്റ് ഇവരൊക്കെ നിബന്ധനകൾക്കനുസരിച്ച് ബോണസ് പോയിൻ്റ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ലിറ്റിൽ കൈറ്റ്സിൽ A ഗ്രേഡ് സർട്ടിഫിക്കറ്റുള്ള അംഗത്തിന് ബോണസ് പോയിൻ്റ് ഉണ്ട്. എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യം, നിങ്ങൾ പഠിച്ച സ്കൂളിൽ തന്നെയാണ് നിങ്ങൾ ഉയർന്ന ഓപ്ഷനുകൾ കൊടുത്തതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ബോണസ് പോയിൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇവയിലാണ് ആദ്യത്തെ ഉയർന്ന ഓപ്ഷനുകൾ കൊടുത്തതെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ബോണസ് മാർക്ക് ഉണ്ട്. നിങ്ങൾ അതേ താലൂക്കിൽ തന്നെയാണ്, നിങ്ങളുടെ താലൂക്കിൽ തന്നെയാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളതെങ്കിൽ അവിടെയും നിങ്ങൾക്ക് എന്തുണ്ട്, ബോണസ് മാർക്കുണ്ട്. ഇനി നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ ഗവൺമെൻറ്റോ എയ്ഡഡോ ആയിട്ടുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളില്ലെങ്കിൽ അതേ താലൂക്കിലുള്ള മറ്റ് വിദ്യാലയങ്ങളിൽ നിങ്ങൾക്ക് ആ ബോണസ് പോയിൻ്റ് കിട്ടും. കൂടാതെ സ്റ്റേറ്റ് സിലബസ് പഠിച്ച കുട്ടികൾക്ക് 3 മാർക്ക് അഡീഷണൽ ആയിട്ടുള്ള ബോണസ് പോയിൻ്റ് ഉണ്ട്. ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ബോണസ് പോയിൻറ്റുകൾക്ക് പ്രാധാന്യം നിർബന്ധമായിട്ടും കൊടുക്കണം. ഇത് നിങ്ങൾക്ക് അഡ്മിഷൻ കുറച്ചുകൂടെ എളുപ്പമാകാൻ വേണ്ടിയിട്ട്, അലോട്ട്മെൻറ്റ് കുറച്ചുകൂടെ എളുപ്പമാകാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതേപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന സബ്ജക്റ്റ് കോമ്പിനേഷനും വെയിറ്റേജ് ലഭിക്കുന്നുണ്ട്. അത് നിങ്ങൾ 10-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് വെയിറ്റേജ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് സയൻസ് ഗ്രൂപ്പ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഹോം സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് എന്നിവയൊക്കെ ഉൾക്കൊള്ളുന്ന സയൻസ് ഗ്രൂപ്പിന് വെയിറ്റേജ് കൊടുക്കുക. ഈ വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് ഉയർന്ന ഗ്രേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത കൂടും. ഇനി ഹ്യൂമാനിറ്റീസിലേക്ക് വരികയാണെങ്കിൽ അവിടെ പ്രാധാന്യമുള്ളത് സോഷ്യൽ സയൻസിൻ്റെ വെയിറ്റേജിനാണ്. ചില ജേർണലിസമൊക്കെ ഉൾക്കൊള്ളുന്ന ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷനുകളിൽ ഇംഗ്ലീഷിൻ്റെ മാർക്കിൻ്റെ വെയിറ്റേജ് കൂടെ പരിഗണിക്കുന്നുണ്ട്. കൊമേഴ്സ് കോമ്പിനേഷനിലേക്ക് എത്തുമ്പോൾ സോഷ്യൽ സയൻസിൻ്റെയും മാത്തമാറ്റിക്സിൻ്റെയും വെയിറ്റേജാണ് പരിഗണിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ 10-ാം ക്ലാസ്സിൻ്റെ ഗ്രേഡ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ടറിയാം. അതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് വേണം നിങ്ങൾ വെയിറ്റേജിനനുസരിച്ച് കൊണ്ട് തന്നെ കോമ്പിനേഷൻ കൊടുക്കണം. ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം 3 അലോട്ട്മെൻറ്റുകളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. 3 അലോട്ട്മെൻറ്റുകളും കഴിഞ്ഞതിന് ശേഷം ഒഴിവുള്ള സീറ്റുകളിലേക്കാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്തുന്നത്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യാം. ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ 15-ാം തീയതിയിൽ കൂടെ 1-ാമത്തെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും.
അലോട്ട്മെൻറ്റ് 3 എണ്ണമാണ് പ്രധാനമായിട്ടും ഉണ്ടാവുക. ശേഷം ഒഴിവുള്ള സീറ്റുകളിലേക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വഴിയാണ് അഡ്മിഷൻ നടക്കുക. ഒന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് വരുന്ന സംശയമാണ് സ്ഥിരപ്രവേശനത്തിനെക്കുറിച്ചും താൽക്കാലിക പ്രവേശനത്തിനെക്കുറിച്ചും. നിങ്ങൾ കൊടുത്ത അപേക്ഷയിൽ ഒന്നാമത്തെ ഓപ്ഷനിലുള്ള വിദ്യാലയം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ അവിടെ നിങ്ങൾ പറഞ്ഞ സമയത്തിനുള്ളിൽ ഫീസ് അടച്ച് അഡ്മിഷൻ ഉറപ്പാക്കണം. ഓർക്കുക, ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ ഈ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നതായിട്ട് തന്നെയാണ് കണക്കാക്കുക. പിന്നീട് ഈ കുട്ടിക്ക് ഒരിക്കലും പ്രവേശനത്തിന് അവസരം ലഭിക്കില്ല. നിങ്ങൾക്ക് താഴ്ന്ന ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ ഉയർന്ന ഓപ്ഷനിലേക്ക് മാറ്റം വേണമെങ്കിൽ താൽക്കാലിക പ്രവേശനം നേടിയാൽ മതി. ഇതിന് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടതില്ല. നിങ്ങളുടെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ആവശ്യമായ രേഖകൾ ബന്ധപ്പെട്ട അധികാരികളെ ഏൽപ്പിച്ചാൽ മതി. അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മുൻഗണനയുള്ള വിദ്യാലയത്തിൽ അഡ്മിഷൻ കിട്ടിയാൽ താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാലയത്തിൽ നിന്നും സർട്ടിഫിക്കറ്റുകൾ വാങ്ങി പുതിയ വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കാം. 3 അലോട്ട്മെൻറ്റുകൾ കഴിയുന്നതുവരെ ഈ പ്രവർത്തനം ഇങ്ങനെ തന്നെ തുടരാം. താഴ്ന്ന ഓപ്ഷനിൽ അഡ്മിഷൻ ലഭിച്ച ശേഷം അഡ്മിഷൻ അവിടെ തന്നെ നിങ്ങൾക്ക് സ്ഥിരപ്പെടുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികാരിയെ അറിയിച്ചുകൊണ്ട് ഉയർന്ന ഓപ്ഷൻ റദ്ദ് ചെയ്യാം. എല്ലാ ഓപ്ഷനും വേണമെങ്കിൽ റദ്ദ് ചെയ്യാം, അല്ലെങ്കിൽ 1-2 ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം റദ്ദ് ചെയ്യാം. ഇനി റദ്ദ് ചെയ്തിട്ടില്ലെങ്കിൽ ഉയർന്ന ഓപ്ഷൻ ലഭിച്ചാൽ നിർബന്ധമായിട്ടും മാറിപ്പോവേണ്ടി വരും. സ്ഥിരപ്രവേശനത്തിനായാലും താൽക്കാലിക പ്രവേശനത്തിലായാലും യോഗ്യതകൾ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റും വിദ്യാർത്ഥിയും രക്ഷിതാവും ഹാജരായാൽ മാത്രമാണ് പ്രവേശനം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിലവിലെ ഫീസ് ഘടനകൾ പ്രകാരം ഓരോ ഗ്രൂപ്പിനും വ്യത്യസ്തമായ അഡ്മിഷൻ ഫീസുകളാണ് ഈടാക്കുന്നത്. സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഗ്രൂപ്പുകൾക്ക് ലാബിൻ്റെയും മറ്റ് കോമ്പിനേഷൻ്റെയും ഒക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഫീസുകൾക്ക് വ്യത്യാസമുണ്ട്. ഇനി നിങ്ങളുടെ അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങളുടെ കൈവശം വെക്കേണ്ട രേഖകൾ, എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും കൈവശം വെക്കേണ്ട രേഖകളാണ് നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റ്. ഒറിജിനൽ ലഭിച്ചവർക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട്, ബോർഡ് ഇഷ്യൂ ചെയ്തിട്ടുള്ള പ്രിൻ്റ് ഔട്ടോ കൈവശം വെക്കാം. നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ള വിദ്യാലയത്തിൽ നിന്നുള്ള TC, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, കൂടാതെ നിങ്ങളുടെ ആധാർ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, റീസെൻ്റ് ആയിട്ടുള്ള കളേർഡ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ആയിട്ട് ഫോട്ടോഗ്രാഫാണ് കൈവശം വെക്കേണ്ടത്. കാറ്റഗറി റിസർവേഷൻ ആവശ്യമുള്ളവർ SC/ST, OBC, OEC കാറ്റഗറിയിൽപ്പെട്ടവർ കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൈവശം വെക്കണം. EWS കാറ്റഗറിയിലുള്ളവർ അതിൻ്റെ സർട്ടിഫിക്കറ്റും ഇൻകം സർട്ടിഫിക്കറ്റ് കൈവശം വെക്കണം. സ്പെഷ്യൽ റിസർവേഷൻ ഉള്ളവർ, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇങ്ങനെയുള്ളവർ അതുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമായും കൈവശം വെക്കണം. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോണസ് പോയിന്റ് ലഭിച്ച കുട്ടികൾ, അതായത് NCC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡൻസ് പോലീസ്, കാഡറ്റ്, ലിറ്റിൽ കൈറ്റ്സ് എന്നിവർ അവരുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും കൈവശം കരുതണം. സ്റ്റേറ്റ് ലെവൽ, നാഷണൽ ലെവൽ സ്പോർട്സ് മീറ്റിന് മുഖാന്തരം കോട്ട ലഭിച്ചവരാണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെക്കണം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ജനറൽ ഇൻഫർമേഷനുകൾ. ഇതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. കൂടുതൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്